നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അതിഥിയുമായി കിടങ്ങൂർ രാജേഷ് കഥകളി കൊട്ട് പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് അത് പഠിക്കുന്നതിന് വേണ്ടി കോട്ടയ്ക്കലും കലാമണ്ഡലത്തിലും നിരവധി ആശാന്മാരോടൊപ്പം കുറൂർ വാസു നമ്പൂതിരി എന്ന വിദഗ്ധനായ ചെണ്ട ആശാൻ്റെ കീഴിൽ പിന്നീട് പഠിക്കുകയും ചെയ്ത ഒരു കഥകളി കൊട്ടുകാരനാണ് കിടങ്ങൂർ രാജേഷ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്നത് മറ്റു മേഖലയിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലാണ് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ ജോലിയുള്ളപ്പോഴും കഥകളിക്കൊട്ടിനോടുള്ള താല്പര്യം കൊണ്ട് അതിനെ തൻ്റെ കഴിവ്, തൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി അരങ്ങുകളിൽ അദ്ദേഹം കഥകളി കൊട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി കലാകാരന്മാർക്കൊപ്പം പങ്കെടുക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കലാജീവിത അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒപ്പം കഥകളിക്കൊട്ടിൻ്റെ പുതിയ കാലത്തെ മേളത്തിൻ്റെ വളർച്ചയെയും അതിലുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങളെയും അദ്ദേഹം വളരെ യുക്തിസഹമായി പ്രതിപാദിക്കുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാടുകൾ ഒരിക്കലും മറ്റൊരാളോട് അല്ലെങ്കിൽ സമൂഹത്തോട് തുറന്നു പറയുന്നതിന് മടിയില്ലാത്ത അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു സഹൃദയനാണ് എന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ രാജേഷിൻ്റെ ഗുരുനാഥനായ പ്രശസ്ത ചെണ്ടവാദ്യ കലാകാരനായ കുറൂർ വാസു നമ്പൂതിരി അവர்களോട് ചോദ്യം ചോദിച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാദ്യകലയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന മദ്ദള കലാകാരൻ കോട്ടയ്ക്കൽ രവിയാണ്. കോട്ടയ്ക്കൽ രവി എന്ന കലാകാരൻ PSV നാട്യസംഘത്തിൽ, കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിൽ തന്നെ മദ്ദളത്തിൻ്റെ പ്രധാന അധ്യാപകനാണ്. കഥകളി അരങ്ങുകൾക്കൊപ്പം അദ്ദേഹം പഞ്ചവാദ്യ മദ്ദളത്തിലും കൃതഹസ്തനാണ്. തൻ്റെ വാദന ശൈലിയിലൂടെ, സാധകത്തിലൂടെ, അമരത്തിലൂടെ, കാലത്തിലൂടെ എല്ലാം മദ്ദളം എന്ന വാദ്യ ഉപകരണത്തെ, അതിൻ്റെ പ്രയോഗിക്കാനുള്ള സാധ്യതകളെ ഏതൊരു വാദ്യകലാകാരനും അസൂയ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്ന കലാകാരൻ കൂടിയാണ് കോട്ടയ്ക്കൽ രവി. എങ്ങനെയും അദ്ദേഹത്തിൻ്റെ സരസമായ ചോദ്യങ്ങൾക്കൊപ്പം കിടങ്ങൂർ രാജേഷ് എന്ന കലാകാരൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും ചോദ്യ ഉത്തര വർത്തമാനത്തിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കഥകളി മേള സഞ്ചാരം വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാജേഷ്, കിടങ്ങൂർ രാജേഷ്, എൻ്റെ വളരെ കാലം മുമ്പത്തെ പരിചയക്കാരനും കുറൂർ മിടുക്കൻ ചേട്ടൻ്റെ ശിഷ്യനുമായ ശ്രീ രാജേഷിനോട് ഞാൻ കുറച്ച് ചോദ്യം ഔപചാരിക ഒട്ടുമില്ലാണ്ട് ചോദിക്കാൻ പോവുകയാണ്. രാജേഷേ, തുടങ്ങല്ലേ? തുടങ്ങാം. നമസ്കാരം. 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 അപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ രാജേഷിൻ്റെ ഗുരുനാഥനായ മിടുക്കൻ ചേട്ടനെയും ആശാനെയും ശിഷ്യനെയും ഒരേ സ്ഥലത്ത് വെച്ച് ഇൻ്റർവ്യൂ അല്ല, ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരം
ഇവിടെ ഉണ്ടായി. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ രാജേഷിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കിടങ്ങൂര്. കിടങ്ങൂർ പറഞ്ഞാൽ? കിടങ്ങൂർ കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ. കിടങ്ങൂർ അവിടെ നമ്പൂരി അല്ലേ? അതെ അതെ. എന്താ ഇല്ല പേര്? ഓശ്ശേരിലില്ലം. വിദ്യാഭ്യാസമൊക്കെ? വിദ്യാഭ്യാസം അവിടെ അടുത്തൊരു സ്കൂളിൽ തന്നെയാണ്. കുടുംബം പശ്ചാത്തലം ഒന്ന് പറഞ്ഞാൽ? അച്ഛനും അമ്മ, ഞങ്ങൾ 5 മക്കള്. അതിൽ 4-മനാണ് ഞാൻ. ഒരു പെൺകുട്ടി. അങ്ങനെ 5 പേര്. കുടുംബ 10ാം ക്ലാസ് വരെ അങ്ങനെ സാധാരണ വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി അങ്ങനെ പോയി. പിന്നെ പോളിടെക്നിക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൂടെ കൊണ്ട് നടന്നിട്ടുള്ള ഒരു ചെണ്ട വിദഗ്ധനാണല്ലേ? അതെ 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 അതെ. ഇപ്പോൾ ഇത് കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ജോലി ചെയ്യണ്ട? ജോലി ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പെൻഷനായി. പെൻഷനായി. എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ചെണ്ട പഠനം ഏത് കാലത്താണ് തുടങ്ങിയത്? ചെണ്ട പഠനം അതായത് ഇപ്പോൾ പിന്നെ കിടങ്ങൂരാണല്ലോ. അപ്പോൾ കിടങ്ങൂർ അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ ഇങ്ങനെ സ്ഥിരം അങ്ങനെ 4-5 ദിവസത്തെ കളികളൊക്കെ ഉണ്ട്. 5 ദിവസത്തെ ദിവസമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, പണ്ട് ആ കാലത്ത്. അപ്പോൾ ആ കളികൾ ഏത് കാലഘട്ടത്തിലാണ്? അതിലൊരു 80 പ്രീ ഡിഗ്രി കഴിയുമ്പോൾ, അപ്പം 85 കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിന് മുമ്പേ കളി കാണാൻ പോകുന്നത് നമുക്കൊരു ഉണ്ട്. കിടങ്ങൂർ കളി കാണാൻ പോകാറുണ്ട് ആ കാലത്ത് തന്നെ. അപ്പോൾ കളി കാണാൻ പോകുമ്പം അമ്മ വേറെ എങ്ങും പോകാറില്ല, അവിടെ മാത്രമേ ഉള്ളൂ. അമ്മ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചി അവിടെ താമസമുണ്ട്. അമ്മയുടെ അല്ല, അച്ഛൻ്റെ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പോകും, വിളിച്ചാകുന്നവരെ കൂടെ പോയിരിക്കും. ഒരു 8ാം ക്ലാസ് മുതൽക്കൊക്കെ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇത് കണ്ട് അന്ന് ഇങ്ങനെ പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ രാമൻകുട്ടി നായരാശാനൊക്കെ അവിടെ സ്ഥിരമായിരുന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായർ സ്ഥിരമാണ്. കീചകോധം അങ്ങനെയാണ് അവിടെ മൂപ്പരുടെ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ കത്തിവേഷങ്ങൾ. അപ്പോൾ അതൊന്നും നമുക്കറിയാം. എന്നാലും ഈ പേര് നമുക്ക് അങ്ങനെ നല്ലതായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പം അങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ഇതിങ്ങനെ കണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് കൊട്ടുന്നു, കുറച്ച് പേര് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണു, കുറച്ച് പേര് പാടുന്നു പുറകിൽ നിന്ന്. അപ്പോൾ ഇത് എന്താ ഇങ്ങനെ കൊട്ടുന്നതിനോടൊരു പ്രത്യേകിച്ചൊരു താല്പര്യം ആ സമയത്ത്. അപ്പോൾ അന്ന് കൂടുതലും ഞാൻ കാണുന്ന സമയത്ത് കുറേശ്ശൊക്കെ അറിയാവുന്ന കാലം ആയപ്പോൾ കേശവേട്ടനും എൻ്റെ ആശാനായിട്ടുള്ള കുറുവ വാസുദേവൻ നമ്പൂരിയാണ് അന്ന് സ്ഥിരമായിട്ട് അവിടെ പതിവുള്ളത് അവിടെ. അപ്പോൾ ഇവരൊക്കെ ഈ കൊട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ഓരോന്ന് ഇവരിങ്ങനെ കാണിക്കണു. ഇവർ കൊട്ടുമ്പോൾ ഉണ്ട് അതിനൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു താല്പര്യം തോന്നി. ഇത് പഠിച്ചാൽ കൊള്ളാം എന്നൊരു താല്പര്യം. അപ്പോൾ അങ്ങനെ വെച്ചാൽ എൻ്റെ വീട്ടിൽ ആർക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു കുലബന്ധം പോലും ഇല്ലതായിരുന്നു. അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞൊരു നമ്പൂരി കുടുംബമാണ്. അപ്പോൾ ആരായാലും ഇങ്ങനെ കലയായിട്ട് ബന്ധമില്ല. ആകെ ഉള്ളത് ഞാനിങ്ങനെ പോകുന്ന എൻ്റെ പേരവയെന്നാണ് പറയുന്നത്. പേരവയുടെ കൂടെ കഥകളിക്ക് കാണാൻ പോയിട്ടുള്ള ഒരിതാണ്. അപ്പം ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പഠനം നടക്കുന്നുണ്ട്, സ്കൂൾ പഠനവും പോളിടെക്നിക്കും. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്താണ് എന്ന് തോന്നുന്നു ഏകദേശം. അപ്പോൾ അവിടെ നളനുണ്ണി സ്മാരക കലാക്ഷേത്രം കളിയോഗമൊക്കെ ഉണ്ട് അവിടെ കിടങ്ങൂര്. അപ്പോൾ അവിടെ ഈ ക്ലാസ്സുണ്ട്, ഈ വേഷക്കാർ ക്ലാസ്സുണ്ട്, വേഷം പഠിപ്പിക്കുന്നുണ്ട്. കോട്ടയ്ക്കൽ അപ്പുനമ്പൂരി, ഇവിടെ പഠിച്ചിരുന്ന അപ്പുനമ്പൂരി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടു ആ സമയത്ത്. അപ്പോൾ കുറൂർ വാസുദേവൻ നമ്പൂരിയാണ് വരുന്നത്. അപ്പോൾ ആശാനുമായിട്ട് ഞങ്ങൾ ചെറിയൊരു ബന്ധമുണ്ട്, റിലേഷൻ. അതെ അതെ. എൻ്റെ അപ്പൻ്റെ ചെറിയമ്മയുടെ അനിയത്തിയാണ് ആശാൻ്റെ ഭാര്യ, നേരെയല്ല അപ്പൻ്റെ മകൻ. അപ്പോൾ അങ്ങനെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കിടങ്ങൂർ അമ്പലത്തിൻ്റെ അടുത്ത കൂട്ടുകാരുടെ ഇവിടെ അടുത്ത് ഒരു റൂമിൽ അവിടെ 85-86 ആ സമയത്തായിരിക്കും തുടങ്ങണം. അപ്പോൾ അങ്ങനെ അവിടെ പോയി. അപ്പോൾ ക്ലാസ് വന്നു, അവിടെ പോയി ദക്ഷിണ കൊടുത്ത് അവിടെ തുടങ്ങി. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട്, മുതിർന്നവരൊക്കെ ഉണ്ട്, എന്നെക്കാളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ചെണ്ട പഠിക്കാൻ. അവിടെ അത് തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം.
ആ പഠിച്ചിരുന്നാൽ ഒറ്റയ്ക്ക് പിന്നെ രാജേഷ് മാത്രമേ ഉള്ളൂ, ഇപ്പം ആരും അത് പ്രയോഗിക്കണവരില്ല? അതില്ല. അവിടെ വെച്ചാൽ കുറച്ച് നാൾ അവിടെ ഇങ്ങനെ ഈ അഭ്യാസം തന്നെ കുറച്ച് നടന്നു. അപ്പോൾ ഈ സാധകം കുറേ നാൾ 1-2 കൊല്ലം 1-2 മാസത്തേക്ക് സാധകം തന്നെ. പിന്നെ തായമ്പക തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു 10-15 പേരുണ്ടായിരുന്നത് ഞങ്ങൾ 2 പേരായിട്ട് തീർന്നു അവസാനം. അപ്പോൾ ആശാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ 2 പേർക്ക് വേണ്ടി മാത്രം അങ്ങോട്ട് വരണ്ട, അപ്പം ഇനി എന്നാൽ ഇല്ലത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആശാൻ്റെ ഇല്ലത്ത് പോയി തുടങ്ങി. അങ്ങനെ ഇല്ലത്തേക്ക് പോകും. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ITIയും പഠിച്ചിരുന്നു. അപ്പോൾ ITI പഠിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് പോകും. അപ്പോൾ അന്ന് ഞങ്ങൾ ഒന്നിച്ച് 3 പേരുണ്ട്. മനു ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ്. ആശാൻ്റെ മകനായിട്ടുള്ള മനു ഉണ്ട്, പിന്നെ കോട്ടയത്തുള്ളൊരു ശ്രീഹരി എന്ന് പറഞ്ഞൊരു ഭാര്യയുണ്ട്. ഇങ്ങനെ 3 പേര്. അപ്പോൾ ഞങ്ങളെല്ലാവരും വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി നടന്നിട്ടുണ്ട് ഇല്ലത്ത് വരെ, ഈ ബസ് കിട്ടാനിട്ട്. ഇവിടുന്ന് വന്നിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഈ അഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ വണ്ടി ലാസ്റ്റ് ഒരു ബസ് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അവിടുന്ന് നടന്നു പോയിട്ടുണ്ട് രാത്രി ഒരു 5-8 കിലോമീറ്റർ, 8-9 കിലോമീറ്ററൊക്കെ രാത്രിയിൽ. അങ്ങനെയൊക്കെ എന്നിട്ട് ആശാൻ്റെ അവിടെ ചെന്നിട്ടായിരുന്നു. പിന്നെ എത്ര കാലം ആശാൻ്റെ അടുത്ത് പഠിച്ചു? ആശാൻ്റെ അടുത്തൊരു 4-5 കൊല്ലത്തോളം ഉണ്ടായി. 5 കൊല്ലത്തോളം ഉണ്ടായി. അപ്പോൾ തായമ്പക പുറപ്പാട് മേളപ്പം. പിന്നെ കളിക്കുള്ള അന്ന് ആശാന് നല്ല ഉത്സാഹമായിരുന്നു. അപ്പം അത്രയും കാലം മുമ്പല്ലേ. അരങ്ങേറ്റമൊക്കെ ഉണ്ടായോ? അരങ്ങേറ്റം ഉണ്ടായി. എവിടെ നിന്നുണ്ടായി? അത് കിടങ്ങൂര് അമ്പലത്തിൽ നിന്ന് തന്നെ, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. എന്താണ് അരങ്ങേറ്റം ഉണ്ടായി? അത് പുറപ്പാട് മേളപ്പദം. ആരായിരുന്നു അന്ന് മദ്ദളത്തിന്? അന്ന് മാർഗി നാരായണൻ നമ്പൂതിരിയായിരുന്നു. പീഡിച്ചേട്ടനും ബാലേന്ദ്രനുമായിരുന്നു പാട്ട്. അങ്ങനെ അതേത് കൊല്ലത്തിലാ? അതൊരു 87 കറക്റ്റ് നമുക്ക് അന്ന് 80 ആ സമയത്തായിരിക്കും. 85 കഴിഞ്ഞിട്ട് എൻ്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ കളിക്ക് പോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറേശ്ശെ ആശാൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് പോകല്ല, ആശാൻ്റെ കൂടെ. ഇത് സമയത്ത് തന്നെ ഈ ചെണ്ട കൊണ്ടുപോകലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആശാന് ഇഷ്ടം പോലെ കളിയുണ്ട് തെക്കോട്ടും നമ്മുടെ നാട്ടിലുമൊക്കെ. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെണ്ടയായിട്ട് പോകും. അപ്പം അതിൻ്റെ അതൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ കളി കാണാൻ പറ്റും. അന്ന് ഈ ഗോപിയാശാൻ, രാമൻകുട്ടി നായർ ആശാൻ, പിന്നെ തെക്കോട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് എല്ലാം ഇങ്ങനെ നമ്മളിപ്പോൾ കൊണ്ടുപോകും. കൊട്ടലൊക്കെ കുറവാണ്, കേളി പുറപ്പാട് അത്രയൊക്കെ ഉള്ളൂ. കൊട്ടൽ കുറവാണേലും ഇഷ്ടംപോലെ കളി കാണാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഗോപിയാശാനൊക്കെ ഇഷ്ടംപോലെ അന്ന് പോലെ നമ്മുടെ ഒരു ആരാധനാപാത്രമായിട്ട് ഗോപിയാശാനൊക്കെ വന്നിരുന്ന കാലമുണ്ട്. അപ്പോൾ നമ്മൾ പോയി ഉറങ്ങാറില്ല കളിക്ക് പോയി കഴിഞ്ഞാൽ. അന്നെല്ലാം വിളിച്ചായിരുന്നവരുള്ള കളിയാണല്ലോ. അപ്പോൾ ഉറങ്ങാറില്ല. അപ്പോൾ കളിയെല്ലാം കാണും. അപ്പോൾ അങ്ങനെ കളിയോട് നമ്മൾ കുറച്ചുകൂടെ കഥകളിയോട് കുറച്ചുകൂടെ ഒരു ഇത് വന്നു. അങ്ങനെയാണ് അങ്ങനെ കുറച്ച് അങ്ങനെയായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചൊല്ലിയാട്ടം വേണമെന്ന് ആശാൻ. അപ്പോൾ ഇല്ലത്ത് വെച്ച് രാജേഷിൻ്റെ എൻ്റെ ഇല്ലത്ത് വെച്ച് തന്നെ. അപ്പോൾ ഇവർക്ക് ഉഴിച്ചിൽ വേണം. ഒരു 10-14 ദിവസം അവർക്ക് ആശാനൊക്കെ കൂടെ ഉഴിച്ചിലും ചൊല്ലിയാട്ടം. അപ്പോൾ ചൊല്ലിയാട്ടത്തിന് ചൊല്ലിയാടാൻ വേണ്ടിയിട്ട് കണ്ണനൊക്കെ ഉണ്ട്. ഏറ്റുമാനൊരു കണ്ണനുണ്ട്. പിന്നെ ഭാഗ്യനാഥുണ്ട്, കലാമണ്ഡലം ഭാഗ്യനാഥ്. പിന്നെ കലാമണ്ഡലം മുരളിയുണ്ട്. പിന്നെ RLV ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 3-4 പേരുണ്ട്. പാട്ടിനൊക്കെ ആണെങ്കിൽ ബാലേന്ദ്രൻ, വർമ്മ, ദേവകുമാര വർമ്മ, ബാബു, ഹരീഷ്, ഇവരൊക്കെ മാറി ഇത്രയും ദിവസം വേണ്ടേ. അങ്ങനെ ചൊല്ലിയാട്ടങ്ങൾ അന്ന് ആ കാലത്ത്. അപ്പോൾ ഈ 14 ദിവസം ഉണ്ട്. ചൊല്ലി അടിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇവർ പഠിച്ചിട്ടുള്ള വന്നിട്ടുള്ളത് കണ്ണനും ഈ അവർ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണല്ലോ. കണ്ണനും ഭാഗ്യനാഥും ഒക്കെ അവരിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന സമയമാണ്. ആ സമയത്ത് അവിടെ അവർ ചൊല്ലിയാടും, ഇവർ പാടും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ചൊല്ലിയാട്ടം. അപ്പം അങ്ങനെ അന്ന് ആ തുടക്കം കല്യാണ സൗന്ദര്യം ശൗര്യമാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണ സൗന്ദര്യം മുഴുവൻ, പിന്നെ ഈ ഭഗവതം അല്ലേ, കാലകവധം, കൃമീരവധം, ഇതെല്ലാം ഇങ്ങനെ ഓരോ വട്ടം ഉണ്ടാവും. അങ്ങനെ 2 വർഷം ഉണ്ടായി അവിടെ ഇല്ലത്ത് വെച്ച് തന്നെ. അങ്ങനെ ചൊല്ലിയാട്ടത്തിനൊരു പരിചയം വന്നു. അങ്ങനെ ചെറുതായിട്ടൊരു പരിചയം അങ്ങനെയായി. അപ്പം അവിടെ ആകുമ്പോൾ നമുക്ക് കൊട്ടാമല്ലോ. മറ്റിടത്ത് തുടർന്നുള്ള പഠനം ഉണ്ടായി ചെണ്ട തുടർന്ന് അതിൻ്റെ ഇടയ്ക്കാണ്. അപ്പം ഇങ്ങനെ ഇരുന്നപ്പം ചന്ദ്രാശാനുമായിട്ട് ആശാന് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കളി സ്ഥലത്ത് ചെന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അവിടെ ഇങ്ങനെ കോട്ടയ്ക്കിൽ പോയാൽ ചൊല്ലിയാട്ടത്തിന്. അപ്പോൾ ആശാൻ വന്നാൽ ചന്ദ്രാശാനോട് പറഞ്ഞ് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ലെറ്റർ എഴുതി അങ്ങനെ കോട്ടയ്ക്കിൽ, അത് 90 പോളിടെക്നിക്ക് പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് 93-ലാണ് ഞാൻ കോട്ടയ്ക്കൽ ആദ്യം വരുന്നത്.
എത്ര വർഷം ഉണ്ടായി ഇവിടെ? അവിടെ ഈ വർഷക്കാലത്ത് 3 വർഷക്കാലം ഉണ്ടായി. 92-ലുണ്ടായി, 93-ലുണ്ടായി, പിന്നെ 1 വർഷം കൂടെ ഉണ്ട്. അത് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അത് അവിടെ വന്നിട്ടുണ്ടായി. അങ്ങനെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടിയാശാൻ്റെ അടുത്തായിരുന്നു. കൃഷ്ണൻകുട്ടിയാശാൻ്റെ. അപ്പോൾ അവിടുത്തെ പഠന രീതിയും ഈ കോട്ടക്കലത്തെ പഠന രീതിയും ഒന്ന് താരതമ്യ പഠനം ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെച്ചാൽ ഞാൻ ഇവിടുത്തെ അപ്പോൾ ഇവിടെ അവിടെ നമുക്ക് എന്ന് സ്ഥിരമായിട്ട് സാധാരണ ചെയ്യണേ തന്നെയല്ലേ ഉള്ളൂ. ഇല്ലത്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് സമയം കിട്ടുള്ളൂ എന്നും. ഇവിടെ വരുമ്പോഴാണ് ആശാൻ 4 മണിക്ക് എണീക്കും. 4 മണി മുതൽ എത്ര മണി വരെയാണെന്നറിയില്ല. കൃഷ്ണൻകുട്ടി ആശാൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 6:30 മറ്റേ സമയം വെച്ചിരിക്കുന്നത്. പക്ഷേ ആശാന് തോന്നുന്ന സമയം വരെയാണ് സാധകം. അപ്പോൾ അങ്ങനെ സാധകം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം തായമ്പക. അപ്പോൾ നമ്മളൊരു സാധാ തായമ്പകയാണല്ലോ പഠിച്ചിരിക്കുന്നത്. അത് കുറച്ചൊന്നൊക്കെ വിസ്തരിച്ച് തന്നെ അടന്തക്കൂറ് പഠിപ്പിച്ച കൃഷ്ണൻകുട്ടി ആശാനാണ്. അടന്തക്കൂറ് കൂട് അവിടുന്ന് കൃഷ്ണൻകുട്ടി ആശാൻ പഠിപ്പിച്ചു. പിന്നെ കുറച്ച് ആദ്യത്തെ ചെമ്പടയുടെ കുറച്ചൊക്കെ ഒന്ന് വിപുലീകരിച്ച് തന്നു. അങ്ങനെ പൊടികളൊക്കെ കുറച്ചൊക്കെ അങ്ങനെ തന്നു. ഈ ഡെഡ് കെട്ടിട്ട് തിരക്കാൻ വെണ്ണത്തിൻ്റെ നപ്പണ 4 സാധനമൊക്കെ ഉള്ള സാധനമുണ്ടല്ലോ. എന്താ വൈത്താരി പറഞ്ഞ? അത് വേറെ 4 സാധനം കണ്ടിട്ട് അത് വേറൊരു ഇതാ. അത് മൂസേട്ടൻ പറയുന്നതാണ്. തത്തിത്തോമന എന്നുള്ളത് മൂസേട്ടൻ പറയും. നപ്പണ അങ്ങനെ ഒരു ഇത്. അതൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ കൂടുതലും അങ്ങോട്ട് ചൊല്ലിയാട്ടത്തിനായിരുന്നല്ലോ അന്ന് ഞാൻ വരാം. ചൊല്ലിയാട്ടത്തിനുള്ളൊരു ചന്ദ്രാശാന്റെ കളരിയാണ് രാവിലെ. അപ്പം മിക്കവാറും ഞാൻ ഒന്നെങ്കിൽ ഇപ്പുറത്ത് ചണ്ടയായിട്ടിരിക്കും അല്ലെങ്കിൽ മുട്ടിയായിട്ടിരിക്കും. അങ്ങനെയാണ് അന്ന്. ഉച്ച കഴിഞ്ഞത്തെ കളരിക്ക് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കൂട്ടല്. ആദ്യത്തെ വല്ലതും വന്നപ്പോൾ നന്ദകുമാരേട്ടനായിരുന്നു ഉച്ച കഴിഞ്ഞത്തെ കളരി. ഉച്ച കഴിഞ്ഞിട്ട് നന്ദകുമാരേട്ടനായിരുന്നു കളരിയിലെ. അപ്പം മിക്കവാറും അതിന് കൊട്ടുന്ന ഞാനായിരിക്കും അന്ന് ആ സമയത്ത്. ആദ്യത്തെ തവണ വന്നു. ഇപ്പോൾ ഒരു 10-30 കൊല്ലം മുമ്പത്തെ കഥയാണ്. അതെ നന്ദകുമാരേട്ടനുള്ള പ്ലാൻ. അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം വന്നപ്പോൾ നന്ദകുമാരേട്ടനില്ല. ഇല്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞത്തെ കളരി അന്ന് കേശവേട്ടനോ മറ്റേ ഹരിദാസേട്ടനോ അങ്ങനെയൊക്കെ. രാവിലെ ചന്ദ്രാശൻ തന്നെ അന്നും. ഒരുവിധം വേഷങ്ങൾക്കൊക്കെ ചൊല്ലിയാടം അല്ല ഒരുവിധം കഥകൾക്കൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത്യാവശ്യം അവിടെ കളികൾക്ക് പോകുമായിരുന്നു. അതെന്ന് വെച്ചാൽ അതിനൊരു ഇതുണ്ട്. അപ്പം നമ്മളവിടെ ഈ പറയുന്ന അധികം കളികളില്ലാതിരുന്ന സമയത്ത് ഈ കടങ്ങൂർ കളിയോഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നളനുണ്ണി കഥ. അപ്പം അവിടെ ഈ ഒരു സാധാരണ അന്ന് ഈ കലാനിലയം മോഹൻകുമാറൊക്കെ ഉണ്ട്. പിന്നെ ഫാക്ട് മോഹൻ ചേട്ടൻ, ഈ കോട്ടയ്ക്കലപ്പം മുമ്പതിരി, ഇവരുടെ മൂപ്പർക്ക് കുറേ കളികളുണ്ട്. അപ്പോൾ ആ കളിയോഗത്തിൽ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏതാണ്ട് അത്യാവശ്യമൊക്കെ കൊട്ടുമായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പേ അവിടെയൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഗർഭീരവധം കാലവേദമൊന്നും ഇല്ലല്ലോ. ദുര്യോധനവധം അല്ലെങ്കിൽ സീതാസ്വയംവരം, ഹരിശ്ചന്ദ്രവധം, ഇങ്ങനെയുള്ള ദക്ഷയാകും. അപ്പോൾ അതിനൊക്കെ ആദ്യം അപ്പം എൻ്റെ ഷാജി ഉണ്ടല്ലോ, ഷാജിയുടെ കൂടെ കുറച്ച് നാളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ കുറച്ച് വലിയ ആൾക്കാരുണ്ടെങ്കിൽ ആശാനുണ്ടാവും. അങ്ങനെ ആശാൻ കൂടി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൽ എന്നെക്കൊണ്ട് അവിടുത്തെ അപ്പുച്ചേട്ടൻ എന്നെക്കൊണ്ട് ഈ അധ്യാവസാനം കൊട്ടിക്കാൻ തുടങ്ങി. ഞാനായിരിക്കും മിക്കവാറും മെയിൻ അവിടുത്തെ കളിക്ക്. ഈ ഫാക്ട് മോഹൻ ചേട്ടനോ ഈ കലാനിലയം മോഹൻ ചേട്ടനോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ മിക്കവാറും ഞാൻ അന്നൊക്കെ തന്നെ 2-ാം ദിവസമൊക്കെ കൊട്ടിയിട്ടുണ്ട്. ഈ അപ്പുച്ചേട്ടൻ്റെ 2-ാം ദിവസം, സീതാസ്വയംവരം ഇഷ്ടം പോലെ, ഈ മോഹൻ ചേട്ടൻ്റെ ഫാക്ട് മോഹൻ ചേട്ടൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പരിചയം ആദ്യം തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കളിക്ക് കൊട്ടാറാക്കിയത് അപ്പുച്ചേട്ടനാണ്. ശരിക്കും കളിക്ക് കൊട്ടാൻ നമ്മളെ കളിക്ക് കൊട്ടാൻ നമ്മളെ അവസരം കിട്ടണ്ടേ. അപ്പോൾ അതിന് കൂടുതലും അപ്പുച്ചേട്ടൻ്റെ കളിക്ക് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻകുട്ടി ചേട്ടൻ കുറേശ്ശെ വിളിക്കാൻ തുടങ്ങി കളികൾക്ക്. പിന്നെ മീനടം ഉണ്ണികൃഷ്ണൻ അപ്പോഴത്തേക്ക് ആയിട്ട് കോട്ടയം ജില്ലയല്ല മിക്കവാറും. അപ്പോൾ അങ്ങനെ കുറേ കാലം ഇഷ്ടംപോലെ കളികളുണ്ടായിരുന്നു, എല്ലായിടത്തും പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ എൻ്റെ ഇവിടെ വന്നതും. അങ്ങനെയൊക്കെ അഭ്യാസകാലം കഴിഞ്ഞാൽ വീണ്ടും നാട്ടിൽ പോകും. പിന്നെ അടുത്ത കൊല്ലം വീണ്ടും വരും. 93 കഴിഞ്ഞ് 94 വന്നു. 3 വർഷം ഉണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കലാവണത്തിലുണ്ടായി. അത് ഏത് വർഷത്തിലാണ്? അത് 97-ലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണേട്ടനാണ് അവിടുത്തെ ഹെഡ്. അവിടെ 6 പേരുണ്ടെന്ന്. ബലരാമേട്ടനുണ്ട്, രാധാകൃഷ്ണേട്ടനുണ്ട്, രാജേട്ടനുണ്ട്, മൂസേട്ടനുണ്ട്, വിജയകൃഷ്ണേട്ടനുണ്ട്. ഞാൻ അന്ന് ഈ പറയുന്നത് എനിക്ക് താമസിക്കാൻ സൗകര്യം ഇല്ലാത്തതാണ് ഞാൻ അവിടെ താമസിക്കുമായിരുന്നു. പാഞ്ഞാൾ അമ്മയുടെ അമ്മാത്തുണ്ട് പാഞ്ഞാള്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് പോയി വരും. അപ്പോൾ രാവിലത്തെ ക്ലാസ്സിന് ഉണ്ടാവില്ല, 9 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ചൊല്ലിയാട്ടത്തിന് അങ്ങനെയുള്ളൊരു ചൊല്ലിയാട്ടത്തിന് കൊട്ടിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതേ ഉണ്ടായുള്ളൂ. അവിടെ ക്ലാസ്സിനധികം അങ്ങനെ ഇരിക്കേണ്ടി
അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചു എന്ന് പറയാം. അത്രേ ഉള്ളൂ. കലാമണ്ഡലത്തിൽ ഞാൻ കുറച്ച് നാളുണ്ടായി, ചൊല്ലിയാട്ടത്തിനുണ്ടായി. എത്ര വർഷം ഉണ്ടായി? അത് ഈ 3 മാസത്തൊക്കെ ഉണ്ടായുള്ളൂ. അത്ര ഉണ്ടായുള്ളൂ. ഈ ഹ്രസ്വകാല കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അത് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അന്ന് അവിടുത്തെ ഈ ഗോന്നുകുടിച്ചേൻ്റെ മകനുണ്ട്, മുരളീകൃഷ്ണൻ അവിടെ ഉണ്ട്, ആ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ഷാർഡിയാശാന മെയിൻ കളരി, വാസുപ്പ് ഷാർഡിയാശാന. മൂപ്പർക്ക് ഈ ശ്രീവേഷമാണ് കൂടുതൽ വേണ്ടത്, ഈ രഘുവിന്, മുരളീകൃഷ്ണന്. അപ്പം ആ സമയത്ത് മിക്കവാറും ഭഗവതി ലളിത, കിർമീരത്തിൽ ലളിത, ഈ ലളിതകൾ കൂടുതലും വാസുദാശാൻ എന്നുവെച്ചാൽ ഇല്ലായില്ല. കല്യാണ സൗന്ദര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ കിർമീരവധം ഇങ്ങനെയുള്ളതൊന്നും ഷാർഡിയാശാൻ്റെ അവിടെ ഉണ്ടായിട്ടില്ലെന്ന്. അങ്ങനെ ഒരു കലാമണ്ഡലത്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഇത് പറ്റി നമുക്കധികം. പക്ഷേ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ അന്ന് വേറൊരു ഗുണം കിട്ടുന്ന രാമുട്ടേശാനും ഗോപേശാനും അന്ന് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കളരിയിൽ അന്ന് ഇളാ ക്യാമ്പസിൽ വെച്ചിട്ട്. അപ്പോൾ കൂടെ ഇരുന്നിട്ടാണെങ്കിലും കൊട്ടാൻ പറ്റും. നമ്മൾ രാജേട്ടൻ അന്ന് കൊട്ടാൻ, രാജേട്ടൻ ചെണ്ട, ഗുരുവായൂർ രാജേട്ടൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഗുരുവായൂർ രാജേട്ടനോ, ഗുരുവായൂർ രാജേട്ടൻ അപ്പോൾ കൊട്ടാൻ മൂപ്പരുണ്ട്. അപ്പോൾ രാമകുട്ടേശനൊക്കെ നരകാസുരൊക്കെ ഏതായാലും ഇപ്പുറത്തിരുന്ന് കൊട്ടാനെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന്. ആ കളരിയിൽ പുറപ്പാടൊക്കെ ഞാൻ തന്നെ കിട്ടും, രാമകുട്ടേശൻ്റെ കളരിയിൽ. അപ്പോൾ ഈ നരകാസുരനൊക്കെ ഉള്ളപ്പോൾ ഇപ്പുറത്തിരുന്ന് മുട്ടിയിൽ കിട്ടും. അങ്ങനെ അവിടെ പോയി രാമകുട്ടേശൻ്റെ കളരി കൊട്ടിയെന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക്. വേഷത്തിന് കൊട്ടാൻ തരായിട്ടില്ല. രാമൻകുട്ടി നായരാശാൻ്റെ വേഷത്തിന് കൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് കൊട്ടിയിട്ടുണ്ട്. തോരണയുദ്ധം ആശാൻ്റെ കൂടെ നിന്ന് കൊട്ടിയിട്ടുണ്ട്. പിന്നെ ദുര്യോധനോധം കൊട്ടിയിട്ടുണ്ട് കൂടെ നിന്നിട്ട്, ഡബിൾ. അത് ഉണ്ണികൃഷ്ണൻ്റെ കൂടെ ഒരു തവണ ആലപ്പുഴ ദുര്യോധനോധായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കൂടെ നിന്നിട്ട്, അപ്പോൾ കൊട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, കൂടെ നിന്നിട്ടാണെങ്കിലും കൊട്ടിയിട്ടുണ്ട് രാമകുട്ടിയാശാൻ്റെ കൂടെ. അതുപോലെ ഗോപിയാശാൻ്റെ വേഷത്തിനും ഈ മാലയിടിയിൽ കൃഷ്ണദാസും ഞാനിവിടെ ഒരു 3-4 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ കൂടെയും ഈ ആദ്യത്തെയൊക്കെ ഒന്നിച്ചോട്ടണം എന്ന് പറയും. അച്ഛൻ പറയുന്നതിലുണ്ട്, വിളിച്ചിട്ട് പറയും ഇന്നത് 2 പേരുടെ ഒന്നിച്ചോട്ടണം, അവസാനത്തെ നാലാട്ടി ഇത് അവസാനത്തെ കലാശം ഒന്നിച്ചു കൊട്ടണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് ബലഭദ്ര കൊട്ടിട്ടുണ്ട് ഈ കൂടെ വന്നിട്ട്. ഗോപിയാശാൻ്റെ തന്നെ ഒന്നും കൊട്ടാൻ നമ്മളൊന്നും അല്ല. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ കിടങ്ങൂരും കോട്ടക്കലും കലാമണ്ഡലത്തിലും മാത്രമേ, വേറെ ഒരു അധ്യാപകൻ്റെ അടുത്ത് പഠിച്ചിട്ടില്ല. ഇല്ലില്ല. അയാൻകുടിയാശാൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. ഇല്ല. പിന്നെ ഇങ്ങനെ കളിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ കളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കളിക്ക് പോകുന്നുണ്ട്, പോകുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. രാജേഷിൻ്റെ കുടുംബം വെച്ചാൽ ഭാര്യ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. ഭാര്യ ഗിരിജ എന്നാണ് പേര്. സ്കൂൾ ടീച്ചറാണ്, കുമാരനെല്ലൂർ സ്കൂൾ ടീച്ചറാണ്. കുട്ടികൾ 2 പേര്. മൂത്തയാൾ പെൺകുട്ടിയാണ്, അത് MAക്ക് പഠിക്കുന്നു ക്രൈസ്റ്റ് കോളേജിൽ, ഇവിടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ. മകൻ BTech കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലിയായി. അങ്ങനെ അവൻ കുറച്ച് കൊട്ടൊക്കെ പഠിച്ചിരുന്നു, കൊട്ടി നടന്നിരുന്നു കുറച്ച് നാൾ. ചെണ്ട കൃഷ്ണദാസാണ് പഠിപ്പിച്ചത്. ഞാനും കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അത് വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഈ കഥകളിയിൽ നമുക്ക് ഉപഹാരങ്ങളായിട്ട് ഉപഹാരങ്ങൾ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ നാട്ടിലൊന്നിട്ട് സ്ഥലത്ത് ലൈബ്രറി, പിന്നെ യോഗക്ഷേമ സഭയുടെ ഒരു ഉപഹാരം കിട്ടിയിട്ടുണ്ട്. കിടങ്ങൂർ യോഗക്ഷേമത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു മലയിൽ കുടുംബയോഗം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഉപഹാരം, അല്ലാതെ ഉപഹാരത്തിനൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു സംശയമുള്ളതേ, ഈ കഥകളി കൊട്ടിൽ ശൈലീഭേദങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ശൈലികളാണ് ഇപ്പോൾ നടപ്പിലുള്ളത്? ശൈലീഭേദം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് പണ്ടുണ്ടെന്ന് പറയാം. പണ്ടത്തെ ഇപ്പം ആയാൻകുടിയാശാൻ്റെ കൊട്ടിനൊരു പ്രത്യേക ഒരു, എനിക്ക് തോന്നുന്നത് അത് തെക്കൻ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം. തെക്കൻ വേറെ തന്നെയല്ലേ? വടക്കനിൽ ശൈലീഭേദം ഉണ്ടോന്നോ കൊട്ടില്?
വടക്കല്ലിപ്പം കൊട്ടിൽ ശൈലീഭേദം എന്ന് പറയാൻ ഇപ്പൊ കൊട്ടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതുണ്ട്. പഴയ കൊട്ടും ഇപ്പോഴുമായിട്ട് വ്യത്യാസമുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ് ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴ് പണ്ടത്തെ കൊട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പണ്ടുള്ള ആൾക്കാർ ഈ ഒരു 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 എന്താ അതിനൊരു ഈ ഉരുളുപോലിൽ ഒരു കൂടുതൽ പിന്നെ ഈ മുദ്രയ്ക്ക് കൂടുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ എൻഡ് പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു സ്ട്രെസ് കൂടുതൽ കൊടുത്തോണ്ടുള്ള കൊട്ടാണ് ഇപ്പോഴത്തെ രീതിയിലുള്ളൊരു കൊട്ട്. ചില്ലുമുദ്രയ്ക്കല്ല, ഇതിപ്പോൾ കഷ്ടം കാണിച്ച് അതിനൊരു എഫക്റ്റ് കൂടുതൽ കൊടുത്തുണ്ട് ഇപ്പോഴത്തെ കൂടുതൽ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം പറയാനാണോ? അവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കൊട്ടെല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട്. കൊട്ടിൻ്റെ കാര്യത്തിൽ അവരെല്ലാം കേമന്മാരാണ് ഇഷ്ടം പോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ. അപ്പോൾ അത് ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഒരു നന്നായിട്ട് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ആ താവഴിയാണ് അല്ലേ? ഇപ്പം ആ താവഴിയാണ് ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഒരു താവഴി. ഇങ്ങോട്ട് പിള്ളേർ അതിൽ ഈ എനിക്ക് തോന്നുന്നു ചിലർ ഈ പറയുന്ന പോലെ ഈ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ കൊട്ടലൊക്കെ ചിലർ അതിൽ ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒരു ഇത് ഇങ്ങനെ ഒരു സമുദ്രം കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഏറ്റക്കുറച്ചിൽ വേണ്ടേ കൊട്ടിന്. ഉരുളുപോലെ കൊട്ടാണേലും ഇങ്ങനെ പോകുന്നത് അതൊന്ന്. പിന്നെ ഈ കാലം വല്ലാണ്ട് കയറി ഒരു പ്രമാണം ഇല്ലായ്മയുണ്ട്. പ്രമാണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഇത് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു നരകാസുരൻ്റെ പടപ്പുറപ്പാട് കിട്ടുമ്പോഴത്തേക്ക് ആദ്യം പോലെ തന്നെ വല്ലാണ്ട് കാലം കയറി പോകണ ഒരു സമ്പ്രദായം ഇപ്പം കണ്ടു. പണ്ട് ഞാൻ വന്നാഴ്ച കൊണ്ട് കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ കാണുന്ന ദോഷമാണോ അതോ ഗുണമാണോ? ഗുണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെന്ന് വെച്ചാൽ പണ്ട് മന്നാശാനും പൊതുവളാശാനൊക്കെ കൊട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഈ ഇതിന് അവർക്ക് കൈവരിയല്ലാഞ്ഞിട്ടല്ലോ, മന്നാശാന് കൈവരിയല്ലാഞ്ഞിട്ടാണോ? അതിനൊരു ഇതുണ്ട്. അതിന് നമ്മൾ കേട്ടാൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്, ഒരു അമിതമായിട്ടുള്ള കാലം കയറി കഴിഞ്ഞാൽ കയറേണ്ട അടുത്ത് കയറണം. ഇപ്പം പടപ്പുറപ്പാട് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് താഴെ ചാടി കഴിഞ്ഞാൽ കയറാം, അത് 5 മിനിറ്റ് മതി. അപ്പം അതല്ല ഇപ്പം ആദ്യം പോലെ തന്നെ സാധകമുണ്ട് അമരമുണ്ടെന്ന് ആദ്യം പോലെ തന്നെ വല്ലാണ്ട് കാലം. അപ്പോൾ ഇത് ക്ലിയർ അല്ലാതെ വരുന്നു. വേഷക്കാർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റാണ്ട് വരുന്ന കാലത്തിലൊക്കെ കൊട്ടുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം. പക്ഷേ ചിലർ കുഴപ്പമില്ല കേട്ടോ. അതിൽ ഈ കൂടെ പ്രവർത്തിക്കുന്ന മദ്ദളക്കാരെ പറ്റിയിട്ടോ? മദ്ദളക്കാരിപ്പം കുറച്ച് നന്നായിട്ടുണ്ട് പഴയ അപേക്ഷിച്ച്. ചെണ്ടക്കാരെ പോലെ അല്ല അങ്ങനെയല്ല, ചെണ്ടക്കാർ നന്നായില്ലെന്നല്ല പറയുന്നത്. പഴയ മദ്ദളക്കാരെ അപേക്ഷിച്ച് ഇവർക്ക് അവർ കുറച്ച് ദോഷം പറഞ്ഞല്ലോ. അപ്പൊ ഇവര് ദോഷം ഇല്ലാത്തവരാണോ അതോ ഗുണം മാത്രമുള്ളവരാണോ? ഗുണം മാത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ദോഷമൊക്കെ ഉണ്ട്. കാരണം എപ്പോഴും പറവറാന്ന് വെച്ചോണ്ടിരിക്കും. നേരത്തെ അത് പറഞ്ഞില്ലല്ലോ. ചിലർക്ക് അത് പ്രശ്നമുണ്ടേ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചിലർക്ക്. അപ്പൊ ഒരു ചെണ്ടക്കാരെ വെച്ച് നോക്കുമ്പോൾ അതുണ്ട്. ചെണ്ടക്കാരെ ഉപദ്രവിക്കില്ലേ, മറ്റുള്ളവർക്ക് കുഴപ്പമില്ല. സ്ത്രീവേഷക്കാരാകുമ്പോൾ അവർക്ക് ഉപദ്രവമായിട്ട് തോന്നില്ല. ചെണ്ടക്കാരെ ഉപദ്രവിക്കില്ല. അത് വേണ്ടതില്ല. ഇപ്പുറത്തെ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ചെണ്ടക്കാർക്ക് വേണ്ടത് ഈ വലന്തലയാണല്ലോ. അപ്പോൾ അതിൽ കുറവായിട്ട് ഇത് മാത്രം കൂടുതലായി കഴിഞ്ഞാൽ ഇതില്ലാതെ വരും. ചിലത് ഒരു തരന്നൊക്കെ കിട്ടുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ. അപ്പൊ കഥകളി മേള ഉയർച്ചയിലാണോ താഴ്ചക്ക്? ഉയർച്ചയിലാണ്, ഉയർച്ചയിൽ തന്നെയാണ്. ഉയർച്ചയാണ്, സംശയമില്ല, അത് സംശയമില്ല. കഥകളി മേള ഉയർച്ചയിൽ തന്നെയാണ്. കുറച്ചുകൂടെ ചിലര് ഈ എന്താ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് കൂട്ടാറുള്ളതല്ല, അങ്ങനെ കുറച്ചുകൂടെയൊക്കെ. എന്നുവെച്ചാൽ ഈ കളിക്ക് കിട്ടുന്നതിന് സാധകം ഒരു വലിയ ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്ന് വെച്ചാൽ അത് ഈ മൂസേട്ടൻ്റെ കൊട്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം. വാരണാസി നാരായണ നമ്പൂതിരി അദ്ദേഹത്തിന് അധികം സാധകമില്ല. പക്ഷേ അദ്ദേഹം കുട്ടി ഈ ഘാതമുള്ളവർ ഇപ്പുറത്ത് നിന്നാലും അതിനെ കവച്ച് വെച്ച് കൊട്ടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് അദ്ദേഹത്തിന് അതിനൊരു പ്രത്യേക ഒരു ഇതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പണ്ട്. അച്ചുണ്ണിപ്പൊളാശാൻ കൊട്ടുമ്പോഴും മന്നാടിശാൻ കൊട്ടുമ്പോഴും. മന്നാടിശാൻ അതാ ഞാൻ പറഞ്ഞു, അച്ചുണ്ണിപ്പൊളാശാൻ ഇത്തിരി കമ്മിയായിരുന്നു, മന്നാടിശാൻ അതിനേക്കാളും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചുണ്ണിപ്പൊളാശാൻ്റെ ഇത് മോശമെന്നും മന്നാടിശാൻ്റെ കേമെന്നും മന്നാടിശാൻ്റെ മോശമെന്നും അച്ചുണ്ണിപ്പൊളാശാൻ്റെ കേമെന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. രണ്ടും കേമം തന്നെയായിരുന്നല്ലോ. അപ്പൊ സാധകം ഉള്ളതും ഇല്ലാത്തതും കേമം തന്നെയാണ്. ഏതാ ഈ ഇല്ലാത്തത് കുറവാന്ന് പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. അതാ പറഞ്ഞത് കളിക്ക് കൊട്ടണമെങ്കിൽ വലിയ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അച്ചുണ്ണിപ്പൊളാശാൻ സാധകം ആവശ്യമില്ല, സാധകം വേണം. അതേ പറഞ്ഞത് അച്ചുണ്ണിപ്പൊളാശാൻ കൊട്ടുന്ന കണ്ടിട്ടില്ലേ, മൂസേട്ടൻ കൊട്ടുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ അത്
ഒരു അമിതമായിട്ടുള്ള കാര്യമില്ല. ഇപ്പം മന്നാശാൻ അമിതമായ സാധനം ഉണ്ടെങ്കിൽ പോലും വേണ്ടടുത്ത് ആവശ്യമില്ലാതെ ഉള്ള സാധനം കാണിക്കാറുണ്ടോ? അങ്ങനെ ഒരു സാധനമൊക്കെ കുറവല്ലേ? അപ്പോൾ പിന്നൊന്ന് ചോദിക്കാനുള്ളതേ രാജേഷേ, ഇപ്പോൾ 3 സ്ഥാപനത്തിൽ അല്ലെങ്കിൽ 3 സ്ഥാപനം തന്നെ പറയാം, കോട്ടക്കൽ, കലാമണ്ഡലത്തിൽ, കിടങ്ങൂർ, ചൊല്ലിയാട്ടം സ്കൂളിൽ, അങ്ങനെ 3 സ്ഥാപനത്തിൽ പഠിച്ചു. അപ്പോൾ പലതര വേഷക്കാർക്കും കൊട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ ആ വേഷക്കാർക്ക് കൊട്ടുന്നത് ഈ നമ്മൾക്ക് ഈ പ്രവൃത്തിയിൽ എത്ര കണ്ട് ഉപയോഗപ്രദമായിട്ടുണ്ട് ഈ 3 സ്ഥാപനത്തിലത്തെ പഠനം? അതെനിക്ക് അതിന് ശരിക്കും എല്ലാം ഉപയോഗപ്രദമായിട്ടുണ്ട്. കാരണം ആ സ്ഥാപനങ്ങളിൽ വരുന്നിട്ടുള്ള, ഇപ്പം കോട്ടയ്ക്കിൽ നിന്ന് വരികയാണെങ്കിൽ കോട്ടയ്ക്കിൽ നിന്നുള്ള ആൾക്കാർക്ക് കൊട്ടണമെങ്കിൽ അവിടെ ചൊല്ലിയാട്ടത്തിന് കൂടി കാരണം അവരുടെ സമ്പ്രദായങ്ങൾ ഏതാണ്ടൊക്കെ എനിക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അവരുടെ വേഷത്തിന് കൊട്ടാൻ എനിക്ക് വിഷമില്ലാതെ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ശൈലിയും കലാമണ്ഡലത്തിലെ ശൈലിയും ശൈലീഭേദം ഉണ്ടോ? കലാമണ്ഡലമൊക്കെ ഇവിടെയായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അതെന്താണ് വ്യത്യാസം? അതല്ല, ഈ പതിഞ്ഞപദത്തിനൊക്കെ ആണെങ്കിൽ, പതിഞ്ഞപദം കൊടുക്കുകയാണെങ്കിൽ 4 ചെമ്പടയാണല്ലോ. ആ 3ാമത്തത് തീ എന്നുള്ളത് അവിടെ മുദ്ര ഇടുന്നത്. എവിടെ? ഈ കോട്ടയ്ക്കൽ. അത് മറ്റേത് 3ാം വരികയാണെങ്കിൽ തീ എന്നുള്ളിടത്ത് വിടും. മറ്റേത് ഇവിടെ ആണെങ്കിൽ കോട്ടയ്ക്കലാണെങ്കിൽ തീ എന്നുള്ളിടത്ത് ഇവിടെ എല്ലാം മുദ്ര വിടുന്നത് അല്ലേ? അങ്ങനെ ഒരു അതാണ് മെയിനായിട്ടുള്ളൊരു സാധനം എനിക്ക് പറയാം കോട്ടയ്ക്കലത്തേത്. ശൈലിക്ക് വ്യത്യാസം ഉണ്ടോ? വേറെ പഠിപ്പിക്കുന്നല്ല വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ ഈ നിരക്കലുണ്ടല്ലോ, അത് ഈ ഇരുന്നിട്ട് നിരക്കുന്ന ഒരു സമ്പ്രദായം കോട്ടയ്ക്കൽ. ഇരുന്നിട്ടല്ല, വേഷം ഇങ്ങനെ മുമ്പോട്ട് കയറി വരുന്നത്. അതിവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ മറ്റുള്ളിടത്ത് അതുപോലെ കണ്ടിട്ടില്ല കല്യാണത്തിലോ. അതെ അതെ. അല്ലാതെ ഇപ്പം കൊട്ടിന്റെ ഞാൻ പറഞ്ഞ വേഷത്തിന്റെ അല്ല, കൊട്ടിന്റെ ശൈലി, ശൈലിക്ക് വ്യത്യാസങ്ങള്. കൊട്ടിന്റെ ശൈലി ഇപ്പൊ കളിക്കൊട്ടിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഉണ്ണികൃഷ്ണനായിട്ട് ഒരു ശൈലി ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കലാമണ്ഡലത്തിൽ തന്നെ അല്ല, ഇവിടെ നമ്മൾക്ക് കോട്ടക്കലത്തെ കൊട്ടിന്റെ ഒരു ശൈലിയെ പറ്റി പറയാം. കോട്ടക്കലെ മേളം ഭയങ്കര കേമാണ്. നമ്മൾ കുട്ടന്മാരാശ ഉള്ളപ്പോൾ പോലെ കേട്ടിരിക്കുന്നത്. അവർ മേളത്തിൽ ഇങ്ങനെ ഭയങ്കര വാശിയോടുകൂടി മേളം, കോട്ടക്കലത്തെ എന്ന് പറഞ്ഞാൽ മേളമാണ് എല്ലാവരും നേരത്തെ പോലെ. കളിക്കൂട്ടിന് അങ്ങനെ പ്രാധാന്യം ഇല്ല എന്നങ്ങനെ വരുന്നുണ്ട് അതില്. മേളം എന്ന് വെച്ചാൽ ഈ മേളം, ഈ കളിമേളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, കളിക്കൂട്ടിന്റെ അല്ല, കളിയുടെ മേളം. കളിയുടെ മേളം. കളിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മേളം പണ്ട് മുതലേ കേമാണ്. അതാണ് അതെങ്ങനെ അത് കൃഷ്ണൻകുട്ടി ആശാൻ ഉള്ളപ്പോഴും കൃഷ്ണൻകുട്ടി ആശാന്റെ ഇടത്തേയിലെ ശബ്ദമൊക്കെ ഇങ്ങനെ ഇടതേ ശബ്ദമൊക്കെ മേളപ്പം. അപ്പം നമ്മളൊരു മേളപ്പം കൊട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? കിടങ്ങൂര് കൃഷ്ണൻകുട്ടി ആശാനും ഞാനും രവിയേട്ടനും പിന്നെ ആരാ ഇപ്പുറത്തെ എനിക്ക് ഓർക്കണില്ല. ഓർക്കുന്നുണ്ടോ പണ്ട് കിടങ്ങൂര് കൃഷ്ണൻകുട്ടി ആശാന്റെ കൂടെ ട്രൂപ്പിന്റെ കളിയല്ല, അല്ലാതെ ആശാനെ അവിടെ ഞാൻ വിളിച്ചതാ കിടങ്ങൂര് കളിക്ക്. അപ്പൊ മേളപ്പത കൊട്ടിട്ടുണ്ട്. അന്ന് ഇപ്പൊ നമ്മളൊക്കെ ഇരുന്ന് ഈ കൈ എന്ത് ശബ്ദം കേൾക്കണേ, ഊന്നി കൊട്ടണം. അത് പഠിപ്പിക്കുമ്പോ അത് കളരിയിലൊരു കാര്യമാണ്. ഊന്നിക്കൊട്ടടൂ എങ്ങനെയാണ് ആശാന്റെ. പിന്നെ പഴയ ആശാന്മാരെ കുട്ടന്മാരാശാന്റെ കൊട്ട് കേട്ടിട്ടുണ്ടാവൂലേ? ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല, കുറവാണ്. പിന്നെ പഴയ ആൾക്കാർ പറഞ്ഞ കേശപ്പൊതുവാള്, അതിൽ പൊതുവാളാശം പോലും പറയാം. കൃഷ്ണകുട്ടി പോളാശാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടന്മാരാശാന്റെ കൊട്ട് കേൾക്കണം. പക്ഷെ നമ്മുടെ ആ ഭാഗത്തേക്ക് അന്ന് ആശാൻ അത്ര കണ്ടിട്ടില്ല ആ സമയത്ത്. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ പോകുന്ന കളികൾക്ക്. അന്ന് നമ്മൾ പോകാൻ പറ്റുന്ന കളികൾ ഏറ്റുമാനൂര്, കിടങ്ങൂര്, അങ്ങനെയുള്ള കുട്ടന്മാരാശാനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ പൊതുവാളാശാൻ ഞാൻ ആദ്യം കാണുന്നത് പൊതുവാളാശാൻ. അപ്പം ഇവിടെ ഏറ്റുമാനൂർ കളിക്കുക പൊതുവാളാശാൻ. അപ്പം ആദ്യം കണ്ട് ഈ ഗോപിയാശാൻ്റെ എന്തോ കഥയാണ്, അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നത്. രണ്ടാമത്തെ കഥ ഈ തോരണയത്താണ്. അപ്പം ഈ ഞാൻ കൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പാണ്, കൊട്ടാൻ ഈ അരങ്ങേറ്റത്തിന് മുമ്പോ അല്ലെങ്കിൽ ഏതാണ്ട് ആ സമയത്ത്. അപ്പം ഈ രാമകുട്ടിയാശാൻ്റെ തോരണത്താണ്. അപ്പം പൊതുവാളാശാനെ കൊട്ടണേ. കുറൂരാശാനുണ്ട്. പിന്നെ വിജയകൃഷ്ണേട്ടൻ വന്ന് ചെണ്ട കൊട്ടോ. ഇന്നത്തെ പോലെ 5-6 ചെണ്ടക്കാരില്ലല്ലോ. ഇവർ രണ്ടുപേരും ചെണ്ടക്കാർ ശരിക്കുള്ളൂ. മൂന്നാമത്തെ കഥ കിരാതമുണ്ട്. മൂന്നാമത്തെ കഥയായിട്ട് കിരാതമുണ്ട്. അത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പം അന്നത്തെ ഇങ്ങനെ. പിന്നെ വിജയകൃഷ്ണേട്ടൻ എനിക്ക് തോന്നുന്നത് ചെണ്ടയായിട്ട് വന്നത്. അങ്ങനെ വിജയകൃഷ്ണേട്ടൻ ഉണ്ടെന്ന് അവിടെ മകൻ. അപ്പം ഇത് നമുക്ക് അപ്പം ആശാൻ കുറൂരാശാൻ ഇത് കഥയൊക്കെ പറഞ്ഞുതരും, തോരണയുദ്ധത്തിൻ്റെ ആദ്യം മുതലുള്ള. അപ്പം ഈ സമുദ്രവർണ്ണന കയറി. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കൊട്ടാണ് അത് ശരിക്കും പറഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിന് എന്തൊരു വൃത്തിയായിട്ടാണ് കൊട്ടണ. അതിൻ്റെ ഓരോ ഈ വലയിട്ട് അങ്ങോട്ട് ഇടുന്നു,
ഇത് ഈ വല ഇട്ടിട്ട് ഇങ്ങനെ 3 തവണ ഇതിട്ട് നേരെ കിടക്കുന്ന മത്സ്യം പിടയ്ക്കുന്ന ഒരു കൊട്ടറൊക്കെ ഉണ്ട് ഇങ്ങനെ. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അന്തം വിട്ടു വീഴും പൊതുവളാശൻ്റെ തൊട്ട്. അത് എന്നിട്ട് അത് മുഴുവൻ എനിക്ക് ഭയങ്കരമായിട്ട് അത് പൊതുവളാശനെ അങ്ങോട്ട് ഭയങ്കര കുട്ടനെ ഭയങ്കര താല്പര്യം തുടങ്ങി. അത് ഭയങ്കര ആരാധന തന്നെയാണ് അത്. അപ്പം അതുപോലെ ആവണമെന്ന് തോന്നി. അതുപോലെ ആവണമെന്ന് തോന്നി നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ശ്രമം തുടങ്ങി. ശ്രമം അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഓരോ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് അതല്ല, അത് നമുക്ക് ആസ്വദിക്കാമല്ലോ. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ മന്നാശൻ്റെ കൂടെയാണ്. പിന്നെ ഈ പൊതുവളാശൻ്റെ പിന്നെ 3-4 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഈ മേലാത്തപ്പോഴും ഈ ആശാന് ഞാൻ പിന്നെ ഒരു കളി കണ്ടിരിക്കുന്ന ഒരു 4-ാം ദിവസം കൃഷ്ണനാരാശാൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉത്തരാസമരം രാമൻകുട്ടി ആശാൻ്റെ ദുര്യോധനും ഗോപി ആശാൻ്റെ ബൃഹന്തലയും കൂടെ ആയിട്ട്. അപ്പം ആ ഒരു കളിക്ക് ഈ കൃഷ്ണനാരാശാൻ്റെ 4-ാം ദിവസം മുഴുവൻ പൊതുവളാശനും കൊട്ടി. പൊതുവളാശൻ മുഴുവൻ കൊട്ടി. ഈ മേലാത്ത ഒരു സമയത്താണ് പൊതുവളാശൻ അത് മുഴുവൻ കൊട്ടി. അതിന് മുമ്പ് മേളപ്പദം കൊട്ടി കൈകൊണ്ട്. കുസുമാചാര്യൻ മുഴുവൻ മേളപ്പദം കൊട്ടി. 4-ാം ദിവസം മുഴുവൻ കൊട്ടി. ദുര്യോധനൻ അന്ന് രാമൻകുട്ടിയാശാൻ വന്നില്ല, അതിന് പകരം മോഹൻചേട്ടനായിരുന്നു. അപ്പോൾ അത് കുറൂരാശാൻ പോയി. പിന്നെ മൃഗങ്ങളിലേക്ക് വീണ്ടും പോയി അത് മുഴുവൻ കൊട്ടി അവിടെ മുതൽക്കുള്ളത്. അല്ല, 4-ാം ദിവസം മുഴുവൻ കൊട്ടി എന്ന് പറഞ്ഞാൽ 4-ാം ദിവസം 2 രംഗല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാൽ ഈ മേലാത്ത ഒരാൾ ഇന്നത്തെ ആൾ പോവോ? പുറപ്പാട് മേളപ്പദം 4-ാം ദിവസം കഴിഞ്ഞിട്ട് മൃഗനിലയ്ക്കും പോയിന്ന്. പുറപ്പാട് മേളപ്പദം 4-ാം ദിവസം മുഴുവൻ, അത് കഴിഞ്ഞ് ഉത്തരാസമരം മൃഗനില. മേലാത്ത അന്ന് 60 എത്രയോ മേലാത്ത സമയത്താണ്. ഒരു മേലായി കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ കുട്ടിയില്ലേ ആ സമയത്ത്. പൊതുവളാശൻ സമയത്ത് അത് മുഴുവൻ കുട്ടി. പൊതുവളാശൻ ഇത്രയും സ്ഥലം മുഴുവൻ പൊതുവളാശൻ കുട്ടിയത്. അപ്പോൾ അതൊക്കെ അന്നത്തെ ഈ തേര് കൂട്ടിക്കെട്ടുന്നതൊക്കെ അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ ഈ മനസ്സിലിങ്ങനെ നിൽക്കുക. പൊതുവളാശൻ്റെ കൊട്ട ഇങ്ങനെ. പിന്നെ ആചാര്യന്മാർ പിന്നെ ആരൊക്കെ? മന്നാശൻ്റെ കൂടെയാണ് നമുക്ക് ഈ കൂടെ നടന്നിട്ടുള്ള പരിചയം ഇഷ്ടം പോലെ. മന്നാശൻ്റെ കൂടെ ഈ ആശാൻ്റെ കൂടെ ചെണ്ടയായിട്ട് പോകുമ്പം അപ്പോൾ ആ ഭാഗങ്ങളിൽ വരുമ്പോഴത്തേക്കും കൂടുതലും മന്നാശൻ അവിടെ ഉണ്ട്. അപ്പോൾ കിടങ്ങൂർ വന്നിട്ടുണ്ട്, അവിടെ ഒരു മേളപ്പതൊക്കെ ഉണ്ട്. പിന്നെ നെച്ചിപ്പുഴൂര്, ഏറ്റുമാനൂര്, ഈ ആയാങ്കുടി, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം അപ്പോൾ കുറൂരാശാനുണ്ട്. അപ്പോൾ അവിടെ മേളപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തവണ മേളപ്പം അത് ലാലത്ത് വെച്ച് പാലതിൽ. അപ്പോൾ ഈ ആശാൻ സാധാരണ ഈ അട്ടിവട്ടത്തിൽ കാലം കയറി അങ്ങ് പോവല്ലേ ഉള്ളൂ. അന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാബുചേട്ടനുണ്ട് മന്ദലത്തിന്. ഈ വായന കുറേശ്ശെ അന്ന് ഞാൻ മന്നാശൻ കുട്ടനെ കേട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം കൊട്ടുന്ന സമ്പ്രദായം അല്ലാതെ തന്നെ ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടില്ല കേട്ടോ. ആശാൻ ഇരട്ടിവട്ടം കുട്ടി അങ്ങ് പോകാനേ ഉള്ളൂ. അതിന് മുമ്പുള്ള മേളപ്പദം കേട്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് രണ്ടുപേരുമായിട്ട് കുറച്ച് ഇരട്ടിവട്ടത്തിൽ. അപ്പോൾ മന്നാശൻ കുട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ കാലത്ത് കുറച്ചേ ഉള്ളൂ ഉള്ളത്, കുട്ടി തീർത്ത് അങ്ങനെ. പിന്നെ ആശാനായിട്ട് ഈ ആശാൻ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്നെ പുറകെ ഇരുത്തി കഴിഞ്ഞിട്ട് ബീഡിയും തീപ്പെട്ടിയും എൻ്റെ കയ്യിൽ തരും. ബീഡിയും തീപ്പെട്ടിയും കൂടെ എൻ്റെ കയ്യിലാണ് തരുന്നത്. അത് തിരുമേനി പിടിച്ചോളാൻ പറയും, ആവശ്യത്തിന് തന്നാൽ മതി. ഇടയ്ക്ക് പിന്നെ കട്ടൻ കാപ്പി കൊടുക്കണം, വേറെ ഒന്നും വേണ്ടായി. ഇതുപോലെ ഒരു കസേരയിൽ ഇരിക്കുകയല്ലാതെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. മന്നാശൻ പിന്നെ ഇങ്ങനെ ഒത്തിരി കഥ പറയും, ഇങ്ങനെ പഴയ കഥ. നമുക്ക് രസമാണ് ഇങ്ങനെ ആശാൻ്റെ കൂടെ വന്നിട്ടില്ലേ കളിക്ക്? കൃഷ്ണൻകുട്ടി പൊതുവളാശാൻ്റെ കൂടെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. അച്ചുണ്ടി പൊതുവളാശാൻ്റെ കൂടെ പോയിട്ടില്ല. ഇല്ല. പിന്നെ ആരെ കൂടെ പോയിട്ടില്ല? നീട്ടിയും കേശവട്ടൻ. പിന്നെ കേശവട്ടൻ അവിടെ പിന്നെ സ്ഥിരം കിടങ്ങൂരാണല്ലോ. കിടങ്ങൂര് അല്ല, കളിക്ക് സ്ഥിരം കേശവട്ടനാണ്. അപ്പോൾ അങ്ങനെ കേശവട്ടൻ്റെ കൂടെ ഇഷ്ടം പോലെ ആശാൻ കേശവട്ടൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കളിക്ക് നന്നായി കൊട്ടും. ഏത് മുദ്രയ്ക്കും ഏത് ചില്ലുമുദ്ര കാണിച്ചാലും എപ്പോഴും ഒരു ശബ്ദം ഉണ്ടാവും അവിടെ. നന്നായി കൊട്ടും, ഗ്യാപ്പില്ല ശബ്ദം കൊട്ടും നന്നായിട്ട്. കളിക്ക് കൊട്ടാൻ മിടുക്കനാണ് കേശവട്ടൻ. കൃഷ്ണനാരാശൻ്റെ വേഷത്തിന് കേശവട്ടൻ ധാരാളം. അത് ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. ഞാൻ ഈ കൃഷ്ണനാരാശൻ്റെ വേഷവും അല്ല ഈ വേഷങ്ങൾ കണ്ടിരിക്കുന്ന ഒരു 2-ാം ദിവസം, ഒരു 1-ാം ദിവസം, ഒരു 4-ാം ദിവസം, പിന്നെ കുറച്ച് സന്താനപോലും ബ്രാഹ്മണൻ. അത് കണ്ട് കേശവട്ടൻ കൊട്ട് കണ്ടിട്ടുണ്ട്. അവർ തമ്മിലൊരു യോജിപ്പുണ്ടായിരുന്നു. കൃഷ്ണനാരാശൻ പിന്നെ അങ്ങനെയുള്ള യോജിപ്പുള്ള ഈ ജോഡികൾ, ജോഡികൾ എന്നൊക്കെ പറയാൻ ഈ ചെണ്ടയും മദ്ദളത്തിലും. അതിപ്പം ഉണ്ണികൃഷ്ണേട്ടനും രവിയേട്ടനും അങ്ങനെ ഒരു യോജിപ്പാണല്ലോ. ഗോപിയാശാനും നിങ്ങൾ 3 പേരുടെ കൂടിയിട്ടുള്ളൊരു. രവിയേട്ടൻ ഇപ്പം എങ്ങനെയാണ് തോന്നുന്നത്? ആരുടെ കൂടെ കൊട്ടുന്നതാണ് ഏറ്റവും
അല്ല ഞാനിപ്പോൾ രാജേഷിനെയാണോ ഞാൻ രാജേഷിനെയാണോ ഇന്റർവ്യൂ ചെയ്യണത്? അപ്പോൾ പിന്നെ ഈ തൃപ്പൂണിത്തറ കേശവപ്പുകള് ഞാൻ അങ്ങനെയുള്ള പഴയ ആചാര്യന്മാരെ കൂടെ ഒക്കെ കൊട്ടാൻ പറ്റുമോ? മൂപ്പരുടെ കൂടെ കൊട്ടിട്ടുണ്ട്. ഞാൻ മാറ്റക്കാരനായിട്ട് പോയിട്ടുണ്ട്, മൂപ്പരുടെ കൂടെ കൊട്ടിട്ടുണ്ട്. പാണാവള്ളി ആ ഭാഗത്തൊക്കെ 2-3 കളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. മൂപ്പരുടെ കൂടെ കൊട്ടിട്ടുണ്ട്. സദനം വാസുവേട്ടൻ്റെ കൂടെ കുറൂരാശാൻ്റെ കൂടെ നടന്ന സമയത്ത് ഇവർ തമ്മിൽ ഇഷ്ടം പോലെ കൊട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഒപ്പം കൊട്ടാൻ പറ്റിയിട്ടില്ല? ഒപ്പം കൊട്ടിയിട്ടില്ല. ഇല്ല. എനിക്കൊന്ന് വാസുവേട്ടൻ ഒരു 10-60 വയസ്സായപ്പോഴത്തേക്കും കൊട്ട് ഇന്നങ്ങോട്ട് വലിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു അസല് കൊട്ട നല്ലതായി കൊട്ടും. എന്ത് മേളപ്പതൊക്കെ ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലൊക്കെ മേളപ്പദം കൊട്ടി നല്ല. പിന്നെ പോലെ കേശവേട്ടൻ്റെ ഷഷ്ടിപൂർത്തിക്ക് മറ്റോ ശങ്കരേട്ടനും അല്ല വാസുവേട്ടനും ശങ്കരേട്ടനും ഒരു മേളപ്പദം. ഏത് ആരുടെ? നീട്ടൻ കേശവേട്ടൻ്റെ. അതെവിടെ വെച്ചിട്ടാ? അത് എറണാകുളത്ത് വെച്ചിട്ട്. അത് ഉണ്ണികൃഷ്ണേട്ടനുണ്ട് അല്ലേ? അത് കേശവേട്ടൻ എൻ്റെ ഷഷ്ടിപൂർത്തിക്ക് അത്. അപ്പോൾ വാസുവേട്ടൻ്റെ കൊട്ട് നമുക്ക് ഭയങ്കര ഒരു ക്രൈസായിരുന്നു. അത് തായമ്പകയൊക്കെ ഇങ്ങനെ മേളപ്പദം തായമ്പക അതൊക്കെ ഭയങ്കര ക്രൈസ് തന്നെയാണ് വാസുവേട്ടൻ. ഭയങ്കര കൈസ്വാധീനായിരുന്നല്ലോ അല്ലേ? മന്നാശൻ്റെ കാര്യം പറഞ്ഞാൽ അതിലൊന്നും മിഷൻ വെച്ച് പിടിച്ചു നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ കുറേ ആശാന്മാരുടെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ രാജേഷിൻ്റെ ഒരു കഥകളി ചെണ്ടക്കാരൻ്റെ ധർമ്മം അത് നമ്മളെ കളരിയിലും അരങ്ങത്തും ഈ പ്രധാനപ്പെട്ട വേഷങ്ങൾ, അപ്രധാനമായ വേഷങ്ങൾ എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു കഥകളി ചെണ്ടക്കാരൻ്റെ ആ ധർമ്മത്തിനെ പറ്റിയിട്ടൊന്ന് ഒരു വിശദീകരണം ഒന്ന് കൊടുക്കും. ഒരു കഥകളി ചെണ്ടക്കാരനെ സംബന്ധിച്ച് പ്രധാനമോ അപ്രധാനവും ഇല്ല. കൊട്ടിൽ സംബന്ധിച്ച് പ്രധാനമോ അപ്രധാനം എല്ലാം പ്രധാനം തന്നെയാണ്. ചെറിയ ഇതാണ് പോലും എൻ്റെ അഭിപ്രായത്തിൽ അത് ചെറിയ വേഷത്തിന് കൊട്ടിയാൽ പോലും അത് കൃത്യമായിട്ട് തന്നെ കൊട്ടണം. അതിന് അപ്രധാനമില്ല. പക്ഷെ കളരിയിൽ ഈ ഇപ്പോൾ കുട്ടിത്തരം, ഇടത്തരം അല്ലെങ്കിൽ ആദ്യാവസാനം അതിനൊരു കൊട്ട് സമ്പ്രദായം ഉണ്ടല്ലോ, ചിട്ടപ്രധാനമായിട്ടുള്ള. ഇപ്പോൾ കാലവേദം, കൃമീരവേദം, സലജോഹത്തിന് അങ്ങനെ. അപ്പോൾ അത് ചേർക്കേണ്ടതില്ല, അത് തന്നെ മതി. അപ്പോൾ അത് കളരി കൊട്ടിയാലും അരങ്ങത്ത് കൊട്ടുമ്പോഴും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല അതെല്ലാം. അപ്പോൾ ഉത്ഭവത്തിന് കൊട്ടുന്നതാണേലും അങ്ങനെ തന്നെ പറയാം, അതിന് മാറ്റമില്ലല്ലോ. ഉത്ഭവം കളരി കൊട്ടുന്നത് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ താളവട്ടങ്ങളൊക്കെ കൂടാറുണ്ട്. അത് ഓരോരുത്തരുടെ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ മുഴുവൻ അങ്ങനെ നമുക്ക് ആ കൃത്യത പാലിക്കാൻ പറ്റില്ല. അത് നോക്കിക്കാണ്. ചിട്ടപ്രധാനമായ വേഷങ്ങൾക്കും ഇല്ലേന്നാണ് ചോദ്യം. അത് ചിട്ടപ്രധാനമായ ഉത്ഭവം കൊട്ടുകയാണെങ്കിലുണ്ട്. അല്ല, ഇപ്പോൾ കിർമീരവധം കാലവേദത്തിൻ്റെ ഒന്നും അതിൻ്റെ അകത്ത് എങ്ങനെ കാണിക്കാൻ പറ്റും? ചൊല്ലിയാടുന്നതിൻ്റെ അകത്തില്ല. ആട്ടം കാണിക്കുന്നതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവർ മറ്റേത് ആട്ടമാണല്ലോ ഉത്ഭവം എന്ന് പറയുന്നത്. ആട്ടത്തിൻ്റെ അകത്ത് ഉത്ഭവത്തിൻ്റെ മുഴുവൻ ആട്ടമാണല്ലോ. അപ്പോൾ അവർ 2 താളവട്ടം തീരേണ്ട ഊറടി മറ്റേ ഇത് ഏറ്റവും ബലവിരുത്തോടുകൂടി കാണിക്കുന്നത് അതിനൊക്കെ കണക്കുണ്ട്. ഒരു താളവട്ടത്ത് തീരും. അങ്ങനെയല്ല, ചിലത് ഈ പറയുന്ന പോലെ കൂടുതൽ ഒക്കെ ഇപ്പോൾ ഉള്ളവർ കാണിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ പണ്ടുള്ളവർ 2.5 മണിക്കൂർ കൊണ്ട് തീർത്തിരിക്കുന്നത് ഇപ്പം ചിലപ്പം 3.5 മണിക്കൂർ എടുക്കും ആൾക്കാർ, വേഷക്കാർ എടുക്കും. അതിപ്പോൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് അവരുടെ പാകത്തിന്. കളിക്കൊട്ടും എന്ന് പറയുമ്പോൾ കയറുമ്പോഴത്തേക്കും നമ്മുടെ 1.25 മണിക്കൂർ ജരാസന്ധം ഉണ്ടായിരുന്നത് ഇപ്പോൾ 2.25 മണിക്കൂറാണ്. അതെ. അങ്ങനെ ഓരോന്നും അത് ഉത്ഭവം തന്നെ. ബാല്യവിജയം, ജരാസന്ധ കാര്യം പോലെ തന്നെ ബാല്യവിജയമുണ്ട്, ഉത്ഭവമുണ്ട്, നരകാസുരനുണ്ട്. ഇതൊന്നും തീരില്ല. അപ്പം നമ്മൾ ധർമ്മം കൈവിടേണ്ടി വരുമോ? ചിലപ്പോൾ കൈവിടേണ്ടി വരും. ഇവിടെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കൊട്ടാണ്ടിരിക്കാൻ പറ്റില്ല. അത് പിന്നെ ഇപ്പം നമ്മളെ പോലെ ഉള്ളവർക്കും പറ്റില്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്യും. കൊട്ടാണ്ടിരിക്കേണ്ട അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കൊട്ടാണ്ടിരിക്കും. പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പറ്റില്ലല്ലോ. നമ്മളെ അവിടെ നിർത്തും വെച്ചാൽ അവരോട് പറയാവുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മതി, ഇത്രയും മതി, അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു കൊട്ടുന്നതിന് ഒരു പരിധിയില്ലേ, അല്ലെങ്കിൽ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ചില അരങ്ങത്ത് പോവാത്തത് കാരണമുള്ള ആ മനോവിഷമം കൊണ്ടാണോ? അതല്ല അരങ്ങത്ത് നിൽക്കുമ്പോഴേ ഇതിപ്പം 2.5 മണിക്കൂർ കൊട്ടുണ്ടായിരുന്നു, 4 മണിക്കൂർ കളിക്കും. അതെ, അത് വേഷക്കാരൻ അരങ്ങത്ത് നിന്ന് പോവാത്തത് കൊണ്ടുള്ള മനോവിഷമം കൊണ്ടാണോ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്? അതെ. അതെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്നവർ സഹിക്കണ്ടേ.
ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ പറ്റുന്നില്ല. കാരണം ആസ്വാദനം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ഇല്ലേ ഒരു ഇത് കാണുമ്പോഴുള്ളൊരു ആസ്വാദനം എന്നുള്ള രീതിയിൽ നമ്മൾ കൊട്ടുകാരൻ എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ആസ്വാദനം എന്നുള്ളത് ഒരു പരിധി കഴിഞ്ഞ് അപ്പുറത്തായി കഴിഞ്ഞാൽ ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്ക് എണീറ്റ് പോകും. അപ്പോൾ വേഗം രംഗങ്ങൾ കഴിയണം എന്നാണോ? അങ്ങനെയില്ല, അതിനൊരു കണക്കുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂർവികന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള കണക്കുകൾ. കുറേയൊക്കെ അത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്നല്ല, അതിന് ഈ മാറ്റുന്നതിന് ഇപ്പം 3 മണിക്കൂറുള്ളത് 3:15 2:45 3 മണിക്കൂറുള്ളത് 4 മണിക്കൂറാകുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ അത് പലരും പറയുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് ആസ്വാദകർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലരോടൊക്കെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ശരി. പിന്നെ രാജേഷിൻ്റെ സഹപാഠികൾ ഒപ്പം പഠിച്ചു തരുന്ന ചെണ്ട സഹപാഠികളെ പറ്റി വല്ല വിവരമുണ്ടോ? ഇപ്പോൾ പഠിപ്പിച്ച ഒന്ന് മനോജ് കുറൂരാണ്. മനോജ് കുറൂരായിരുന്നു അന്ന് കുറൂർ ആശാൻ്റെ കൂടെ പഠിച്ചത്. പിന്നെ അദ്ദേഹം കോളേജിൽ പഠിപ്പിയൊക്കെ ഉണ്ട്, കുറേശ്ശൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടുത്തെ HOD ആണ് NSS കോളേജിൽ മനോജ് കുറൂർ, ചങ്ങനാശ്ശേരി. പിന്നെ ഒരു ശ്രീഹരി വാര്യരാണ്, അദ്ദേഹം ഇപ്പം അന്ന് തന്നെ കൊട്ട് നിർത്തി. അങ്ങനെയാണ്. പിന്നെ ഒരു അവരൊക്കെ നിർത്തി. ഇപ്പം കൊട്ടുന്നത് ആ കൂട്ടത്തിൽ ഞാനേ ഉള്ളൂ. പിന്നെ ഈ കോട്ടയ്ക്കൽ ഞാൻ വന്നപ്പം വിജയരാഘവൻ അവിടെ ചെറുതാണ്. കോട്ടയ്ക്കൽ വന്നപ്പോൾ വിജയരാഘവനാണെന്നുള്ളത് ചെറിയ ആളായിട്ട്. ജൂനിയർ അല്ലേ? അതെ. മുട്ടിയാൽ കൊട്ടുന്ന സമയമാണ്. കലാമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ അന്ന് കുറേ ആൾക്കാരുണ്ട് കലാമണ്ഡലത്തിൽ. അന്നുള്ള ഞാൻ 97 കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. 97 അപ്പോൾ ഈ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അരങ്ങേറ്റം കഴിഞ്ഞ് 10. അപ്പോൾ നമ്മൾ കൊണ്ട് നടക്കുന്ന സമയത്താണ്. അന്ന് അവിടെ ഉള്ളവരാണ് ഈ കേശവൻകുട്ടി എന്നുണ്ടായിരുന്നു. ഈ ഇതായിട്ട് PG അങ്ങനെ സ്കോളർഷിപ്പ് അങ്ങനെ പാലക്കാടല്ല, കൊല്ലം. അതെ കൊല്ലം കേശവൻ. പിന്നെ ഉള്ളത് ഈ ശ്രീകുമാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ 3ാം ക്ലാസ്. ശ്രീകുമാർ, അശോകൻ, സുരേഷ് ഉണ്ടല്ലോ, ആ സുരേഷ് ഉണ്ട്. പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടെന്ന് അവിടെ, അദ്ദേഹത്തിനെ കാണുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ കാണുന്നുണ്ട്. ഇത്രയും പേരൊക്കെ ഉണ്ട് അവർ കലാമണ്ഡലത്തിൽ. ബന്ധമുണ്ട്. അവരെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഈ ഒരാൾ ഉണ്ണികൃഷ്ണനെ കാണാറില്ല ഞാൻ. ഈ അശോകനൊക്കെ എൻ്റെ കൂടെ കൊട്ടാൻ വന്നിട്ടുണ്ട്. ഈ അശോകനുണ്ട്. പിന്നെ ഒരു വിനോദുണ്ട്, രാധാകൃഷ്ണേട്ടൻ്റെ മരുമകൻ, അവരുണ്ടായിരുന്നു. മൂപ്പരെ കാണാറുണ്ട്. എൻ്റെ കൂടെ ഇങ്ങനെ കാണാറുണ്ട്, ഇഷ്ടം പോലെ കൊട്ടാൻ വരാറുണ്ട് ഇപ്പം അവിടങ്ങളിൽ. ഇത്ര പേരൊക്കെ അവിടെ അന്ന് കലാമണ്ഡലത്തിലുണ്ടായിരുന്നു. ആശാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 3-4 പേരായിരുന്നു അന്ന് ആ കാലത്ത് പറഞ്ഞ്. ഇനി നമുക്ക് വളർന്നു വരുന്ന ഈ ചെണ്ട കലാകാരന്മാരില്ലേ, വളർന്നു വരുന്നവർ ചെറുപ്പക്കാരായ പഠിച്ചു വരുന്ന ആൾക്കാരായ അവരോട് വല്ലതും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവുക? അവരോട് പറയാനുള്ള അവർ ഈ അതിപ്രസരം കാണിക്കാതെ കൊട്ടുക എന്നുള്ളതാണ്. കൊട്ടിൻ്റെ അതിപ്രസരം എന്ന് പറയും. ചിലപ്പം കഥകളിക്ക് കൊട്ടുന്നതിനൊരു ഇതുണ്ട്, അത് ഞാൻ പറഞ്ഞ പഴയ ആൾക്കാർ കാണിച്ചിട്ടുള്ള ഒരു വഴിയുണ്ട്. അതിൽ നിന്ന് പിന്നെ മാറ്റുന്നതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ കുറേശ്ശെ ഉണ്ട് ചിലർക്ക്. അപ്പം അതൊരു ശ്രദ്ധിക്കാൻ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പിള്ളേരാരും ഒന്നും പറയാൻ പറ്റില്ല. പിള്ളേരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല പിള്ളേരാണ്. കുട്ടിൻ്റെ കാര്യത്തിൽ അവരെല്ലാം ഭയങ്കര, അത് ഉണ്ണികൃഷ്ണനെ സമ്മതിക്കണം. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, 8 കൊല്ലമൊക്കെ ഉണ്ടല്ലോ. പണ്ടത്തെ അപേക്ഷിച്ച് അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട് ഇപ്പോഴത്തെ ഈ കലാമണ്ഡലത്തിലെ പഠന രീതിയിലെ വ്യത്യാസം പറ്റിയല്ലോ. പണ്ട് 4 കൊല്ലമേ ഉള്ളല്ലോ കോഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു 4 കൊല്ലത്തെ കോഴ്സുകാർക്ക് ആദ്യത്തെ കാലത്ത് 1-2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ പഠിപ്പിക്കാൻ ആദ്യകാലത്ത്. പിന്നെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ എണ്ണം കൂടുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ചൊല്ലിയാട്ടത്തിനൊന്നും കൊട്ടാനുള്ള അവസരം, അവരൊന്നാമത് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല, അവർക്ക് അറിയില്ല എന്താണ് ചൊല്ലിയാട്ടം എന്നുള്ളൊരു. 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആവില്ല ഒന്നും. 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പോവുകയും ചെയ്യും. കോഴ്സ് കഴിയും. 6 വർഷമല്ലേ അവിടെ? 4 വർഷമേ ഉള്ളൂ കലാമണ്ഡലത്തിൽ കോഴ്സ്. പിന്നെ 1 വർഷം PG ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു കലാമണ്ഡലത്തിൽ. അത് പക്ഷേ ഈ ഗ്രാജുവേഷൻ പിന്നെ വന്നതോടുകൂടി ഇപ്പോൾ മിനിമം ഡിഗ്രി കഴിയുമ്പോൾ 8 വർഷമുണ്ട്. അപ്പോൾ ഈ +2 വരെ ഇവർക്ക് വലിയതൊന്നും കാണുകയില്ല. നമ്മൾ ഈ അറിയുന്നവർ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും +2 വരെ പഠിക്കുന്ന കാലത്ത് അവർക്ക് വലിയ ഇതില്ല. അവർക്ക് ഈ കഥകളിയെപ്പറ്റി ബന്ധമില്ല. ബാക്കി പഠിക്കുന്ന കാര്യമെല്ലാം ഓക്കെയാണ്, അവരെല്ലാം ഓക്കെ ആയിട്ട് പഠിച്ചു വെക്കും. പക്ഷേ ഈ ചൊല്ലിയാട്ടത്തിന് കൂടാനുള്ളൊരു, അപ്പോൾ അവരുടെ പ്രായവും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ ഡിഗ്രി വരുമ്പോഴത്തേക്ക് അപ്പോൾ അന്നേരത്തേക്കാണ് ഉണ്ണികൃഷ്ണനിലേക്ക് കിട്ടുന്നത്.
ഡിഗ്രി വരുമ്പോഴത്തേക്കും. അപ്പോൾ അവരെ അത് ചൊല്ലിയാട്ടത്തിന് പ്രാപ്തനാക്കുകയും ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ 3 വർഷം അവിടെ കിട്ടും അന്നേരം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇപ്പോഴത്തെ പാഠ്യപദ്ധതി അതുകൊണ്ട് ഉള്ള പിള്ളേരെ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അസൽ കൊട്ടുകാരാണ്, എത്രയധികം ആൾക്കാർ നേരത്തെ. ആ ഒരു ശൈലിയുണ്ട്, എല്ലാവരും ആ ഒരു ശൈലി പിന്തുടരുന്നു. നല്ലൊരു ഇതുണ്ട്. പിന്നെ ചിലർക്ക് ഈ പറയുന്ന പോലെ ഈ പിള്ളേരുടെ ഒരു ഇതുണ്ടല്ലോ, ചോരത്തിളപ്പ. അതാണോ? അതെ അത് തന്നെ പറയാം. ആ ചോരത്തിളപ്പ് കാരണമുള്ള ഒരു ചിലർക്ക് അത് ദോഷം ചെയ്യും കുറേശ്ശൊക്കെ. അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പറയുന്നുള്ളൂ, ഇന്ന് പറയാൻ പറ്റത്തില്ല. കൊട്ടുണ്ട്, ഒരു ഇഷ്ടം പോലെ കൊട്ടണത്. ഒരു നരകാസുരനൊക്കെ ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെയുള്ള വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അവരത് പിന്നെ ഈ 4, 5 ചെണ്ടയൊക്കെ വെച്ച് കൊട്ടിയിട്ട് ഇപ്പം ഇതിൻ്റെ അകത്തൊരു എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പരശുരാമം വന്നു അല്ലെങ്കിൽ രൗദ്രവും വന്നു, അപ്പോഴത്തെ 4, 5 ചെണ്ടയാണ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ചെവി കേൾക്കില്ലല്ലോ. എന്താ കാര്യം? ഈ 4, 5 ചെണ്ട ഈ കൊട്ടുന്ന ഞാൻ പറഞ്ഞ ഒരു 3 ചെണ്ടയ്ക്ക് ഉള്ളൊന്നും കൊട്ടരുത്. അത് കൂടുതൽ സഹിക്കാൻ മേലാതെ ആവുന്നു നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും. അത് പണ്ട് 2 കൂടുതലൊന്നും എങ്ങും കാണാറില്ല, ഒരു യോജിപ്പുണ്ടാവില്ല. ഈ 2 ചെണ്ടയ്ക്ക് കൂടുതലൊന്നും കൊട്ടാറില്ല പണ്ട്. പിന്നെ ചിലപ്പോൾ 3 ഉണ്ടാവാറുണ്ട് പണ്ട്. ഇപ്പോൾ എത്ര 4, 5 ചെണ്ട. ഈ 5 പേര് കൊട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് ചെവി എല്ലാം കൂടെ പ്രശ്നമായിട്ട് ആൾക്കാർക്കും ഈ ആസ്വാദകർക്കും പ്രശ്നം, അരോചകമാണ്. മേളം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ 4, 5 പേര് കൊട്ടില് അങ്ങനെയൊക്കെയുള്ളൊരു. അപ്പം ഈ മേളപ്പതൊക്കെ അങ്ങനെയല്ലേ? ഇപ്പോൾ 4 ചെണ്ട അതും മേളപ്പത അതും പ്രശ്നമാണ്. അതും അങ്ങനെ തന്നെ അല്ലേ? പണ്ട് കേട്ടിട്ടുണ്ടോ? പണ്ടല്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ? മേളപ്പത 4 കേട്ട് കഴിഞ്ഞാൽ എന്ത് തിന്നാം? ഞാൻ ഏറ്റുപോകും, പകുതിയാകുമ്പോൾ ഞാൻ പണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റുപോകും. അത് അല്ലേ അത്ര യോജിച്ച് പിള്ളേർ നിന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങ് നേരെയാകും എന്നല്ലാതെ അത് കറക്റ്റ് നേരെയാവില്ല. 4 പേര് ഒരുപോലെ കൂട്ടുന്നവരൊന്നും കാണുകയല്ലേ ഏതായാലും. അപ്പം പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. 2 ഏറ്റവും നല്ലത്. 2 നല്ലത്. അത് മര്യാദയ്ക്ക് ആസ്വദിക്കാം. ഒന്നാണെങ്കിൽ ആർക്കും നോക്കണ്ട. അതിൻ്റെ അല്ല, നമുക്ക് ആസ്വാദനം വേണ്ടേ? നമുക്കൊരു ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആസ്വാദനം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൊട്ടുകാരെന്നല്ല എന്ന് പറയുകയാണെങ്കിൽ 2 ആണെങ്കിലും അത് നന്നാകാനും നല്ലതാണ്. പിന്നെ തീരെ നല്ല യോജിപ്പുള്ളവർ കൂടി കഴിഞ്ഞാൽ 4 ആകാം. 3 ആകുമ്പോഴത്തേക്ക് അത് പിന്നെ നല്ല ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ കുഴപ്പമാകും. ഡബിളാണ് നല്ലത്. നമുക്കങ്ങനെ ഒരു ഇത് ഓഡിയൻസിനും കലാകാരന്മാർക്കും നമുക്ക് അങ്ങനെ അപേക്ഷ നൽകാം. ഏതായാലും വളരെ സന്തോഷമുണ്ട് രാജേഷ്, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. വീണ്ടും നമുക്ക് കാണാം. ഇതുപോലെ ഈ കളിമേള സഞ്ചാരത്തിലെ വായ്ത്താരി എന്നുള്ള ഈ സെഷനിലേക്ക് എന്നെ ഉൾപ്പെടുത്തിയതിൽ ഉണ്ണികൃഷ്ണേട്ടനോടുള്ള അകൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുന്നു. അത് ഉണ്ണികൃഷ്ണനെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇതിനു മുമ്പ് കളിമേള സഞ്ചാരം ഇതിങ്ങനെ ഒരു തപസ്യയായിട്ട് കൊണ്ടുനടക്കുകയാണ് അല്ലേ? ഇത്രയും പേരെ ഇങ്ങനെ കണ്ട് ഓടി നടന്ന് ആൾക്കാരെ ഇതുപോലെ പിടിച്ച് അതെന്ന് വെച്ചാൽ ഇതുവരെ ആരും മുതിരാത്ത ഒരു കാര്യമാണത്. അത് തൊഴിൽ തന്നെ വേണത്, സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലത്. അപ്പോൾ അതിനെ വിളിച്ചതിനും പിന്നെ എന്നോട് ചോദ്യം ചെയ്യാൻ ഇതുപോലെ ഒരു വലിയൊരാളെ എന്നോട് ചോദ്യം ചോദിക്കാൻ എന്താ വെച്ചാൽ വലിയ അവിടുത്തെ പ്രമാണിയല്ലേ ഇപ്പം, പൂരപ്രമാണി. അങ്ങനെ പിന്നെ അത്തരത്തിലെ ഇപ്പോഴത്തെ ഇപ്പോൾ കോട്ടയ്ക്കളത്തെ ഹെഡാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും എന്നെക്കാളും ഭയങ്കര ആയിട്ടുള്ളൊരു ഉള്ള ആളോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.